പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ മീഡിയ മുഖാന്തരം കടന്നു വരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ജീവിതത്തിൽ നൽകി തന്നതായ നല്ല ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ നാളുകളിൽ ചിന്തിച്ച ഒരു വിഷയത്തെ വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുവാനായിട്ട് കർത്താവ് താല്പര്യപ്പെടുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്നതിനെ കുറിച്ച് രണ്ട് വാക്ക് നിങ്ങളുടെ മുമ്പിൽ പറയുവാനായിട്ട് കർത്താവ് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇന്ന് പല വ്യക്തികളും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുന്ന കാര്യം നമ്മുടേതായ ആഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അത് എൻ്റെ ജീവിതത്തിൽ നടക്കണമെന്ന് ആഗ്രഹത്തോടു കൂടെ പ്രാർത്ഥിക്കുന്ന പല വ്യക്തികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. പല വ്യക്തികളും ദൈവത്തിൻ്റെ ഹിതം എന്ന് മനസ്സിലാക്കുന്നത് സാഹചര്യങ്ങളെ ഓരോ നിമിത്തങ്ങളെ വെച്ചാണ് ദൈവത്തിൻ്റെ ഹിതം ഇന്നതായിരിക്കും എന്ന് പലരും ചിന്തിക്കുന്ന ഒരു അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചില വ്യക്തികൾ അവരെന്ത് ചിന്തിക്കുന്നുവോ അത് ചെയ്യാൻ വേണ്ടി അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വിഷയം ഇങ്ങനെയാണ്: കർത്താവ്, ഈ വിഷയം നടക്കാനായിട്ട് ദൈവം ഇടപെടണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന അനുഭവത്തെ ഒത്തിരി നമുക്ക് ഈ ലോകത്ത് കാണുവാനായിട്ട് കഴിയും. ചില വ്യക്തികൾ ഇന്ന വ്യക്തിക്ക് ഇന്നത് നടക്കണമേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ എന്താണോ നമ്മുടെ ഇഷ്ടം എന്താണോ അത് ദൈവത്തിൻ്റെ ഇഷ്ടമായി മാറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പല വ്യക്തികളുമുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ അതൊന്നും, ആ കാര്യങ്ങളൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഇഷ്ടം എന്ത് എന്നുള്ളത് വേദപുസ്തകം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചോദിക്കുവിൻ, ചോദിക്കുന്നത് എന്തും ചെയ്തു തരും എന്നുള്ളത് ബൈബിൾ പ്രമാണമാണ്. പക്ഷെ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടം നാം അന്വേഷിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എന്നുള്ള കാര്യം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചില ഭാഗങ്ങൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനമാക്കി പറഞ്ഞുകൊണ്ട് വാക്ക് വിരമിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 143 സങ്കീർത്തനത്തിൻ്റെ 10 വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്: നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ. ഈ ഒരു പ്രാർത്ഥന ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഇഷ്ടം നടക്കാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, നിന്റെ ഇഷ്ടം നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ അത് അറിയാൻ വേണ്ടി എന്നെ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. എല്ലാ കാര്യങ്ങളും ദാവീദ് രാജാവിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ടെങ്കിൽ ഒരു വാക്ക് മാത്രം പറയട്ടെ. എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള പ്രാപ്തി, കഴിവ്, അധികാരം ഒക്കെയും ദാവീദിനുണ്ടായിരുന്നു. എന്നിട്ട് പോലും ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മുമ്പോട്ട് പോകുവാൻ താൻ ദൈവത്തിന്റെ സന്നിധി സമർപ്പിക്കുവാനായിട്ടിടയായി. കാരണം തൻ്റെ ഇഷ്ടപ്രകാരമല്ല താൻ രാജാവായത്. തൻ്റെ ഇഷ്ടം ഒരിക്കലും രാജാവാകും എന്ന് താൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ദൈവത്തിന്റെ ഇഷ്ടം താൻ രാജാവാകണമെന്നായിരുന്നു. അതുകൊണ്ട് ദൈവം സഹോദരന്മാരുടെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് അവൻ അഭിഷേകം ചെയ്തു ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ദൈവം കൊണ്ടുവരുവാനായിട്ടിടയായി. അതുകൊണ്ടാണ് ദാവീദ് വീണ്ടും പ്രാർത്ഥിക്കുന്നത്: കർത്താവേ, ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണം. അതുപോലെയാണ് ഈ ശബ്ദം കേൾക്കുന്ന പല വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത്: കഴിഞ്ഞു പോയ നാളുകളിൽ സാഹചര്യത്തെ കണ്ടു ഭയന്ന് നിന്റെ ജീവിതം തകർത്ത് കളയാൻ, അല്ലെങ്കിൽ ജീവിതത്തെ തീർത്ത് കളയാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ദൈവം നിന്റെ മനസ്സിൽ ധൈര്യപ്പെടുത്തിയത് നിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയല്ല, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഈ ലോകത്തിന്റെ നടുവിൽ അകപ്പെട്ടു പോകാതെ, പ്രശ്നങ്ങളുടെ നടുവിൽ അകപ്പെട്ടു പോകാതെ നിന്നെ സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഈ നാളുകൾ നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അവൻ 1 തെസ്സലോനിക്കർ 5-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് എന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, എല്ലാറ്റിനും നാം സ്തോത്രം ചെയ്യുവാൻ തയ്യാറാകണം. ഇത് ഞാൻ കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞതായ വിഷയം തന്നെയാണ്, എങ്കിലും ഒന്നുകൂടി ഞാനിത് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എല്ലാറ്റിലും കഷ്ടത വന്നാലും, ദുരിതം വന്നാലും, സങ്കടം വന്നാലും, സന്തോഷം എല്ലാത്തിനും സ്തോത്രം ചെയ്യുവാൻ നാം തയ്യാറാകുമെങ്കിൽ
നിശ്ചയമായിട്ടും ദൈവം നമ്മിൽ പ്രസാദിക്കും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ അവൻ ആത്മാവിനെ കെടുക്കരുത്. നമുക്കൊരു ആത്മാവ് ദൈവം തന്നിട്ടുണ്ട്. ആ ആത്മാവിനെ കെടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി എളുപ്പത്തിൽ ഞാനൊരു കാര്യം പറയാം. മനസാക്ഷിക്ക് വിരോധമായി നാം ഒരു കാര്യവും ചെയ്യരുത്. വേദപുസ്തകത്തിന്റെ പ്രമാണത്തിനെതിരായി ഒരു കാര്യവും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നമ്മുടെ ആത്മാവിനെ നാം കെടുക്കുകയാണ്. അതുകൊണ്ട് വചനം പറയുന്നു, ആത്മാവിനെ കെടുക്കാതിരിക്കുന്നതാണ് ദൈവത്തിന്റെ ഇഷ്ടം. അടുത്ത് പറയുന്നു, പ്രവചനം തുച്ഛീകരിക്കരുത്. പ്രവചനം ഒരിക്കലും തുച്ഛീകരിക്കരുത്. വേദപുസ്തകത്തിൽ നിന്നും നമുക്കായി വെളിപ്പെടുന്നതായ പ്രവചന ശബ്ദങ്ങളുണ്ട്. ആ പ്രവചന ശബ്ദമാണ് ഒരു വ്യക്തിയിൽ നിന്നും കർത്താവ് നിന്നോട് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അംഗീകരിക്കാം. ഒരിക്കലും പ്രവചനത്തെ ഒരിക്കലും തുച്ഛീകരിക്കരുത്. പ്രവചനമില്ല എന്ന് പറയരുത്. പ്രവചന കള്ളമെന്ന് പറയരുത്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് അംഗീകരിക്കുക, ഇല്ലെങ്കിൽ അത് വിടുക. അതിനെ ഒരിക്കലും നമ്മൾ ഉദാസീനതയോടുകൂടെ തള്ളിക്കളയരുത്. പ്രവചനം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. പക്ഷെ എല്ലാ പ്രവചനങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. എങ്കിലും നമ്മൾ പ്രവചനത്തെ ഒരിക്കലും അവഗണിക്കരുത് എന്ന് വ്യക്തമായി വേദപുസ്തകം നമ്മെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അടുത്ത് പറയുകയാണ്, സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുക. സകലതും എന്തൊക്കെയുണ്ടോ സകലതും ശോധന ചെയ്യുക. നല്ലതാണോ, അത് കെട്ടതാണോ, നല്ലതാണോ, ദോഷമാണോ എന്നുള്ളത് ചിന്തിക്കുക, ശോധന ചെയ്യുക. ഇന്ന് പല വ്യക്തികളും എന്തൊക്കെയോ ചെയ്തു കൂട്ടിയിട്ട് കർത്താവെ ഞാൻ അകപ്പെട്ടു പോയി, എന്നെ ക്ഷമിക്കണം, പ്രാർത്ഥിക്കണം, അങ്ങനെ പാസ്റ്ററെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പലരും ഓടാറുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, വചനം പറയുന്നത് നല്ലതെന്താ അത് ശോധന ചെയ്യുക. അത് ശോധന ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അത് ശരിയാണോ തെറ്റാണോ. മനസ്സിലോ? ഇന്ന് ഓൺലൈനിൽ കൂടി ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലൊക്കെയും ആൾക്കാർ വീഴുകയാണ്. എത്രയോ വ്യക്തികൾ വീഴുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ മക്കൾ, നല്ലതാണ് എന്ന് അതിനെ വ്യക്തമായിട്ട് ചിന്തിക്കുക. നല്ലതാണോ ശോധന ചെയ്യുക. ശോധന ചെയ്തതിന് ശേഷം നാം ആ കാര്യം ചെയ്യുമെങ്കിൽ നിശ്ചയമായിട്ടും അതൊരു വിജയകരമായി തീരും. അത് ദൈവത്തിന്റെ ഇഷ്ടമാണ് എന്ന് വേദപുസ്തകം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അടുത്ത് പറയുന്നത്, സകലവിധ ദോഷങ്ങളും വിട്ടകലുവിൻ. എന്തൊക്കെ ദോഷപ്രവർത്തികളുണ്ടോ അതിൽ നിന്നെല്ലാം വിട്ട് അകലണം. ഗലാത്യയിലെ ലേഖന പുസ്തകത്തിൽ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും, നമ്മുടെ ജഡത്തിന്റെ പ്രവർത്തികൾ ഒത്തിരി പറയുന്നു. ആ ജഡത്തിന്റെ പ്രവർത്തികളായിരിക്കുന്ന അവസ്ഥകൾ, ദോഷങ്ങൾ വിട്ട് അകലേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എന്ന് വേദപുസ്തകം പറയുന്നു. ഇതാ ദൈവത്തിന്റെ ഇഷ്ടം. അടുത്ത് പത്രോസ് 2:15 വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം. അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നന്മ, ഈ ഒരു കാര്യം നിങ്ങൾ വളരെ മനസ്സിലാക്കണം കേട്ടോ. ഇന്ന് പലരും നമുക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഉടനെ അവരോട് പ്രതികരിക്കാനും അവർക്ക് എന്തെങ്കിലും ഒരു ദോഷം വരാൻ നമ്മൾ ചെയ്യും. അതല്ല ബൈബിൾ പറയുന്നത്. ആ വ്യക്തി നിനക്കെതിരെ ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി നിന്നെ മനസ്സിലാക്കണമെങ്കിൽ, അവന്റെ ദോഷത്തിൽ നിന്നും നീ ജയിക്കണമെങ്കിൽ നീ നന്മ ചെയ്യുക. നന്മ ചെയ്ത് ദോഷം പ്രവർത്തിക്കുന്ന വ്യക്തികളെ നമ്മൾ മിണ്ടാതാക്കുവാൻ കഴിയുമെന്ന് വേദപുസ്തകം പറയുകയാണ്. അല്ലാതെ അവനെതിരെ കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ അവനെതിരെ വീണ്ടും നമ്മൾ ദോഷം ചെയ്യാനോ അല്ല ദൈവവചനം പറയുന്നത്. നന്മ ചെയ്ത് അവന് മനസ്സോടുകൂടെ നീ നന്മ ചെയ്താൽ മതി. നിനക്കെതിരെ എത്ര ദോഷങ്ങൾ ഉയർന്നാലും, ദോഷം ചെയ്യുന്നവർ ഉയർന്നാലും അവരുടെ ദോഷം നിന്നെ വിട്ട് അകലും. അതുകൊണ്ട് നാം നന്മ ചെയ്തു വേണം ദോഷം ചെയ്യുന്നവരെ മിണ്ടാതാക്കേണ്ടത്. അല്ലെങ്കിൽ വൈരാഗ്യങ്ങൾ അവരുടെ ഹൃദയത്തിനകത്ത് മുളയ്ക്കാൻ സാധ്യതയുണ്ട്. അത് വരാതിരിക്കാനാണ് നന്മ ചെയ്ത് ദോഷത്തെ വിട്ടകലണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നത്. 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖന പുസ്തകം 4-ാം അധ്യായം 3-ാം അധ്യായം അവിടെ പറയുന്നു, നിങ്ങളുടെ ശുദ്ധീകരണം, നമുക്കൊരു ശുദ്ധീകരണം ഉണ്ടാകണം. ഡ്രസ്സിംഗ് ആയാലും ശരി, വാക്കുകളായാലും ശരി, ഭവനമായാലും ശരി, നമുക്ക് എല്ലാ കാര്യത്തിലും നമ്മൾ ശുദ്ധമുള്ളവനായി തീരണം. ശുദ്ധിയുള്ള ഒരു അനുഭവം നമുക്കുണ്ടാകണം. ആത്മീകമായി നമുക്കൊരു ശുദ്ധി ഉണ്ടാകണം. സ്വഭാവത്തിലൊരു ശുദ്ധി നമുക്ക് ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു, റോമർ 12:2 വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ നമ്മൾ തയ്യാറാകണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഓരോ ദിവസവും നാം എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെയും ഒന്നുകൂടി ചിന്തിച്ച്, കർത്താവ് ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അതിനെ മാറ്റി രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരണം.
ഡെയിലി തെറ്റ് ചെയ്ത് ഡെയിലി ക്ഷമ ചോദിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഒരിക്കലും നിങ്ങൾ ആകരുത്. ഓരോ തെറ്റുകൾ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ തെറ്റിനെ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ മാപ്പപേക്ഷിച്ച് അത് ഉപേക്ഷിക്കുന്ന വ്യക്തിക്കാണ് കരുണ ലഭിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ നീ തയ്യാറാവുകയാണെങ്കിൽ, അങ്ങനെ നിങ്ങളുടെ ജീവിതം മാറ്റുകയാണെങ്കിൽ, ഒരു രൂപാന്തരം നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടാകും. സന്തോഷത്തിന്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടാകും. ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിനകത്തോ തിരിച്ചറിയുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കുവാൻ നിങ്ങൾ തയ്യാറാകുക, അത് ചെയ്യാൻ തയ്യാറാകുക. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് വിരമിക്കുകയാണ്. ദാവീദിന്റെ ഭാര്യയെയും മക്കളെയും സ്വത്തുക്കളെയും ഒക്കെ ഫെലിസ്ത്യർ അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ അവരെ തുടർന്ന് പിടിക്കാനായിട്ട് ദാവീദിന് കഴിയും. ദാവീദിന് അതിനുള്ള പടസൈന്യം ഉണ്ട്. എങ്കിൽ പോലും ദൈവത്തിന്റെ ഇഷ്ടം അറിയാൻ അവൻ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുവാനായിട്ടിടയായി. അങ്ങനെ നിന്റെ എല്ലാ കാര്യങ്ങളിലും ദൈവമേ, ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ശരിയാണോ തെറ്റാണോ? ശരിയാണെങ്കിൽ അനുവദിക്കണം, ശരിയല്ലെങ്കിൽ കർത്താവെ എന്നെ അതിൽ നിന്നും മാറ്റണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധി സമർപ്പിക്കാമെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വിജയമുണ്ടാകും. ഇന്ന് ലോകത്തിനകത്ത് പല വ്യക്തികളും പറ്റിപ്പിൽ അകപ്പെട്ട് കിടക്കുകയാണ്, ചീറ്റിങ്സിൽ അകപ്പെട്ട് കിടക്കുകയാണ്. സാമ്പത്തികപരമായും ജീവിതത്തിൽ പല നിലവാരങ്ങളിലും ചീറ്റിംഗ് അനുഭവപ്പെട്ട് കിടക്കുകയാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമുക്കിപ്പോ എവിടെയാണ് തെറ്റുപറ്റിയെന്നറിയാവോ? നമ്മൾ ചില വിഷയങ്ങൾ കേട്ടിട്ട് അതുപോലെ വിശ്വസിച്ചത് കൊണ്ടാണ്. വചനം പറയുന്നു, ഇനിയുള്ള നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് സകലതിനെയും ശോധന ചെയ്ത് അതിനെ നല്ലതിന് മുറുകെ പിടിക്കാമെങ്കിൽ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാനായിട്ട് ഇടയാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് വിരാമം കുറിക്കുന്നു. ഈ ശബ്ദം നിങ്ങളുടെ ജീവിതത്തിന് എല്ലാവർക്കും അനുഗ്രഹമായും ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയുന്നതിന് കാരണമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരാമം കുറിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.